കയ്യിലെന്താ ഒരു പാഴ്സല് എന്നായിരിക്കില്ലേ നിങ്ങളുടെ ചോദ്യം? തെലങ്കാനയിലേക്ക് അയക്കാനുള്ള ഒരു എംബ്രോയിഡറി ഫ്രെയിം ഓർഡർ ആയിരുന്നു കേട്ടോ ഗൈസ്. ഹായ് ഗൈസ്, ഇറ്റ്സ് വൈബികൾ പൂച്ച്. ഇന്നലെ രാത്രി ഓരോ കടകളിലും കയറി ഇറങ്ങി പല കോൺഫിഗറേഷനിലുമുള്ള പല ബ്രാൻഡുകളുടെ ഫോണുകളും തപ്പിയെടുത്തതിന് ശേഷം ഐഫോൺ 17 എടുക്കാമെന്ന് തീരുമാനിച്ചു. മാർക്കറ്റിൽ നല്ലോണം ഡിമാൻഡുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഏത് കടയിലും ഇതിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഈവൻ ഐഫോൺ ഷോറൂമിലും കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തപ്പി തപ്പി നമ്മൾ ചെന്നൈ മൊബൈൽസിൽ മാത്രം ഈ ഫോണിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളും വാങ്ങി ഗൈസ് ഐഫോൺ 17. ലിറ്ററലി ഗൈസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു, ഒരു സെന്റിമെന്റൽ മൊമെന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഫോണിൽ ആദ്യമായിട്ട് ഇരുന്ന സിം എന്റെ അച്ഛൻ്റെതായിരുന്നു കേട്ടോ. അതിനിപ്പോ എന്താണെന്നായിരിക്കൂലേ? യെസ് ഗൈസ്, ഇത് എനിക്ക് ഇമോഷണൽ ആയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് എന്റെ അച്ഛൻ എന്റെ കൂടെ ഇല്ല. നമ്മൾ ഇതൊക്കെ വാങ്ങുന്ന ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. പിന്നെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് ഇത് നടത്തി തരുമെന്ന്. ഇപ്പൊ ഈ ഫോൺ എടുത്തത് അതിന്റെ ഒരു ഉദാഹരണമാണെന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഫോണിന്റെ ക്വാളിറ്റി ഒന്ന് ചെറുതായിട്ട് ചെക്ക് ചെയ്യാൻ കേട്ടോ. ഫോൺ വാങ്ങി പിന്നെ അഡാപ്റ്ററും ബാക്ക് കേസും എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നമ്മൾ മെല്ലെ ചെന്നൈ മൊബൈൽസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഗൈസ്, ചെന്നൈ മൊബൈൽസിൽ മൊബൈൽസ് മാത്രമല്ല ഉള്ളത്, എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഉണ്ട്. അതിന് അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നും ഇറങ്ങിയ ഞങ്ങൾക്ക് ചായ കുടിക്കണോ കുളിബാറി പോകണം എന്നുള്ള സംശയത്തിൽ ആർഎസ്പുരം ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാറ കുറച്ച് നേരം വണ്ടി ഓടിച്ച് നടന്നു. ആ ടൈമിലാണ് ആർഎസ്പുരത്തിന്റെ ഭംഗി തന്നെ നമുക്ക് മനസ്സിലായത് കേട്ടോ. ആക്ച്വലി ആർഎസ്പുരം ഒരു മിനി ബാംഗ്ലൂർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുവിധം എല്ലാ ബ്രാൻഡഡ് ഷോറൂംസും ഉള്ളത് ആർഎസ്പുരം സ്ട്രീറ്റിലാണ്. പിന്നെ ഒരുപാട് സമയത്ത് തിരിച്ചലുകൾക്ക് ശേഷം അരോമ ബേക്കറിയിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരോമ ബേക്കറിയിൽ നിന്നും ചായയും സമോസയും കഴിച്ചിട്ട് നമ്മൾ മെല്ലെ കടയിലേക്ക് തിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കുഞ്ഞനുണ്ടാവില്ല കേട്ടോ, കാരണം അവൻ സ്കൂളിൽ പോയി. അങ്ങനെ ഫോൺ എടുത്തതിന്റെ സന്തോഷമൊക്കെ പങ്കുവെച്ച് മെല്ലെ കടയിലേക്ക് പോയി.